കാട്ടാന ടോക്കേറ്റ് ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത ഒരാളെ കോന്നി MLA അവിടെ പോയി മോചിപ്പിച്ചൊരു സംഭവം കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതിന്റെ ആ MLA യുടെ ഇടപെടലിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം, അത് ശരിയാണോ അദ്ദേഹം ചെയ്തത്? ആർക്കും നിയമം കയ്യിലെടുക്കാനുള്ള അവകാശമില്ല. അത് നിയമത്തിൻ്റെതായ വഴിക്ക് പോകണം. അതാണ് സാധാരണഗതിയിലുള്ള ഒരു മാർഗം. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അപ്പോൾ വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനമായി ബന്ധപ്പെട്ടും പോലീസിലൊരു ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ പോലീസിന്റെ അടിസ്ഥാന സമീപത്തിൽ മാറ്റം വരുന്നില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കുറിച്ച് സംസാരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടാവുന്നു, സംഭവിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അത് വീടുകളാവുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഓഫീസിൽ തന്നെ. അപ്പോൾ ഈ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് തന്നെ ആളുകൾക്ക് സംശയം തോന്നുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ്? അങ്ങനെ കാണേണ്ടതായിട്ടില്ല. ഈ വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് നല്ല വെളിച്ചമൊക്കെ നൽകുന്ന വളരെ നല്ല കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനകത്ത് ചില കാര്യങ്ങൾ അപകടകരമായി വന്നാൽ അത് തീയായിട്ട് മാറുകയും അത് ശ്രദ്ധയിൽപ്പെടാതിരുന്നാൽ അത് ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചതുപോലെ ആളിക്കത്തുന്ന അവസ്ഥയിലേക്ക് മാറുമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരാതിരിക്കുന്നതിനാണ് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ പലതരങ്ങളിൽ നടക്കുന്നത്. ഇവിടെ കാണേണ്ടത് നമ്മുടെ കെട്ടിടങ്ങളിൽ പല തരം കെട്ടിടങ്ങളുണ്ട്. പുതിയ കെട്ടിടങ്ങൾക്ക് കൃത്യമായ ഫയർ ഓഡിറ്റും മറ്റു കാര്യങ്ങളും ബാധകമാക്കിയിട്ടുണ്ട്. പഴയ കെട്ടിടങ്ങൾക്ക് അത്രത്തോളം ഫയർ ഓഡിറ്റ് ഉണ്ടായിട്ടില്ല. ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിലും നല്ല പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളതാണ് ചില അനുഭവങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവത്തിൽ നിന്ന് അത് ആവർത്തിക്കാതിരിക്കാനുള്ള മറ്റ് കരുതലുകൾ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിനുള്ള നടപടികൾ ഫലപ്രദമായി സ്വീകരിച്ചു വരുന്നുണ്ട്. കോഴിക്കോട് ആശുപത്രിയിലുണ്ടായ കാര്യം അത് കൃത്യമായി പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കോഴിക്കോട്ടെ ഇപ്പം കട തീപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കലക്ടറിൽ നിന്ന് റിപ്പോർട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ കലക്ടർ റിപ്പോർട്ട് നൽകുമെന്നാണ് കാണുന്നത്. അതൊക്കെ ബന്ധപ്പെട്ട് ഫലപ്രദമായ നടപടികൾ നമുക്ക് സ്വീകരിക്കാമെന്നാണ് അതേക്കുറിച്ച് പറയാൻ. കോഴിക്കോട്ടെ കട കത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം CMA, അതായത് 4 വർഷം മുമ്പ് ഇതേ സ്ഥാപനത്തിനും അതുപോലെ തന്നെ കോർപ്പറേഷനും ഫയർഫോഴ്സ് നോട്ടീസ് കൊടുത്താണ്. അവിടുത്തെ അനധികൃത നിർമ്മാണങ്ങൾ ഒഴിവാക്കണമെന്ന് നോട്ടീസ് കൊടുത്താണ്. പക്ഷെ അന്ന് അത് ഒഴിവാക്കാത്തതിന്റെ പ്രശ്നമാണ് ഇന്നലെ അത്രയും ആളിപ്പടരാനുണ്ടായ കാരണം. 4 വർഷത്തിന് ശേഷമുള്ള കെട്ടിടമാണെന്ന് തോന്നുന്നില്ല അത്. അല്ല, 4 വർഷം മുമ്പ് അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടുത്തെ അനധികൃത നിർമ്മാണം ഒഴിവാക്കണമെന്ന് കോർപ്പറേഷന്റെ കെട്ടിടമായതുകൊണ്ട് അതിൽ ഉടമ എന്ന നിലയിൽ കോർപ്പറേഷനും കൊടുത്തു, അവിടെ കച്ചവടം നടത്തുന്ന ആളിനും കൊടുത്തതാണ്. പക്ഷെ അന്ന് നടപടി എടുക്കാത്തതുകൊണ്ടാണ് ഇന്നലെ അവിടെ വെള്ളമടിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അത് പൂർണ്ണമായിട്ടും കെട്ടിമറച്ചതായതുകൊണ്ട് ഉള്ളിലേക്ക് വെള്ളം കയറാത്തത് കൊണ്ടാണ് അത് മുഴുവൻ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് കൂടി ചേർത്തുകൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവിൽ ഈ VC നടത്തിയ നിയമനം ഗവർണർ നടത്തിയ നിയമനം നിയമപരമല്ല. അത് തീർത്തും ശരിയായ ഒരു വിധിയാണല്ലോ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. എന്തൊക്കെയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഏതിനും നേതമായ ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചതിനാണ് ഇപ്പോൾ അവസാന തീരുമാനം വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അത് നേരത്തെ സ്വീകരിച്ച തെറ്റായ നടപടികൾക്ക് നേരെയുള്ള ജുഡീഷ്യറിയുടെ ശക്തമായ ഇടപെടലാണ്. അതൊരു മാതൃകയായി അംഗീകരിച്ച് ഇനി അങ്ങോട്ട് പോകണം എന്നാണ് കാണേണ്ടത്. നമുക്കിനി ദീർഘിപ്പിക്കണ്ട, സമയം ഏകദേശം ആയി കഴിഞ്ഞിരിക്കുന്നു. വന്യജീവി ആക്രമണം ഇതുപോലെ തുടർന്ന് ഓരോ ദിവസവും ജീവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും പാലക്കാട് ഒരാള് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് ഒരാൾ മരിച്ചു. മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിട്ട് അതിന്റെ നടപടികളൊക്കെ കഴിഞ്ഞിടയ്ക്ക് എടുത്തിരുന്നു. പക്ഷെ ഒന്നും ഫലപ്രദമാവാത്തതാണോ അത് പ്രാവർത്തികമാവാത്തതിന്റെ പ്രശ്നമാണോ? ഇതോടെ നമുക്ക് അവസാനിപ്പിക്കുക. ഇതിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ച നല്ലതുപോലെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിൽ ജനസംഖ്യാ നിയന്ത്രണം നല്ലതുപോലെ വന്നിട്ടുണ്ട്. പക്ഷെ വന്യമൃഗങ്ങൾ ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിയന്ത്രണത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ കൂടി പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഒരഭിപ്രായമല്ല, ലോകത്താകെ നടക്കുന്നത് ഒരു ഭാഗത്തെ കുറക്കുന്നതിന് വേണ്ടിയുള്ള നായാട്ടും മറ്റുമാണ്. അത്തരം നടപടികൾ നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു. ഇതിനെ തൊടാൻ പാടില്ല എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നീക്കുന്നത്. അത് മാറണം എന്നാണ് സംസ്ഥാനത്തിന്റെ അഭിപ്രായം. സംസ്ഥാന സർക്കാർ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരം നയം തിരുത്തേണ്ടതാണ്. പക്ഷെ കേന്ദ്ര നിയമം അതിനെതിരാണ്. ആ നിയമത്തിൽ മാറ്റം വരണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്ക് ഇന്ന് വാർഷിക ദിനമായതുകൊണ്ട്
ഒരു കേക്ക് മുറിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം, മറ്റേ പത്രസമ്മേളനം ഇവിടെ അവസാനിപ്പിക്കാം തോന്നുന്നു.